ക്യാൻസറിനെ പ്രതിരോധിക്കുവാൻ കർമ്മ പദ്ധതിയുമായി കരുണാപുരം ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും പഞ്ചായത്തിലെ ക്യാൻസർ ബാധിതരെ കണ്ടെത്തുകയും തുടർ ചികിത്സകൾ ഉറപ്പാക്കി രോഗമുക്തിയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിലവിൽ ഗ്രാമപഞ്ചായത്തിൽ 70-ലധികം ക്യാൻസർ ബാധിതർ ഉണ്ടെന്നാണ് കണക്ക്. കൂടുതൽ ആളുകളിലേക്ക് ക്യാൻസർ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കർമ്മ പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും പദ്ധതിയുടെ ഭാഗമാക്കി ക്യാൻസർ ബാധിതരെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ആദ്യപടിയായി കരുണാപുരം ഗ്രാമപഞ്ചായത്തും കുടുംബ ആരോഗ്യ കേന്ദ്രവും RNS സ്പൈസസും സംയുക്തമായി നടത്തുന്ന ക്യാൻസർ രോഗനിർണയ ക്യാമ്പിന്റെ വോളണ്ടിയർ പരിശീലന പരിപാടി നടന്നു. വോളണ്ടിയർമാർക്കുള്ള ക്ലാസുകളും നിർദ്ദേശങ്ങളും ക്യാമ്പിൽ വെച്ച് വിശദമായി ചർച്ച ചെയ്തു. ഈ ലാറ്റൻ പീരീഡ് കൂടുതലായതുകൊണ്ട് ലോങ് ലാറ്റൻസി ആയതുകൊണ്ട് നമ്മളിത് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് രോഗം മൂർച്ഛിച്ച് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് എത്തിക്കഴിയുമായിരിക്കും ചിലപ്പോൾ നമ്മളിത് ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് നമുക്ക് എന്തോ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചികിത്സയിൽ രോഗങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം തന്നെ ഏർലി ഡിറ്റക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്ത് ചെയ്യണം, അത് നമ്മൾ രോഗം വന്നല്ലെങ്കിൽ രോഗത്തിന്റെ ലക്ഷണങ്ങൾ വന്നതിന് ശേഷം ഡിറ്റക്ട് ചെയ്യാൻ നിൽക്കാണ്ട് നമുക്കൊന്നും യാതൊരു രോഗലക്ഷണം ഇല്ലാത്ത സമയങ്ങളിൽ പോലും നമ്മൾ ഈ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വിധേയമായി കഴിഞ്ഞാൽ അത് നമുക്ക് ഒത്തിരി ഗുണം ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ രോഗമുള്ള ആൾക്കാരെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, രോഗം ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ രോഗം വരാൻ സാധ്യതയുള്ള ആൾക്കാർ, ഈ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ആൾക്കാർ. അത് ഞാനിപ്പോൾ പറയുന്നത് കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഈ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം നിങ്ങളുടെ അടുത്തുള്ള ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും അവർ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ചെന്ന് കുഴിമന്തി അങ്ങനെയുള്ള റൈസ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് യാതൊരു പ്രശ്നവും കാണുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അവരുടെ അടുത്ത് ഇന്നപോലെ ആവശ്യമായിട്ട് നമ്മൾ ക്യാൻസർ ഡിറ്റക്ഷന്റെ ഭാഗമായിട്ട് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവർ പറയും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ പക്ഷെ പിന്തിരിയാൻ പാടില്ല. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടിജു പി ജോസഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ്മ ഗോപിനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ RCCയിലെ ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടിട്ട് അവരിവിടെ വന്ന ക്യാമ്പുകൾ നയിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഉദ്ദേശം നല്ലൊരു ക്യാമ്പും അതുപോലെ തന്നെ ആൾക്കാർ നമ്മുടെ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ഥലം ഉണ്ടാകാതിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് നേരത്തെ തന്നെ അവർക്ക് ചികിത്സ ലഭ്യമാക്കുകയാണ് എന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പരിപാടികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യോഗത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ G സന്തോഷ്, RNS സ്പൈസസ് MD റിനു ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ ക്യാൻസർ രോഗനിർണയത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നടത്തും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.